ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഫ്ലൈയിങ് ഫിഷിംഗ് തളികയുടെ എല്ലാ ഫോളോവേഴ്സിനും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയണേ. നമ്മളെ ഇന്നത്തെ ഉദ്ദേശം സംഭവം സ്ലിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ തോട്ടക്കത്തേക്ക് പോവാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഫിഷിംഗ് അല്ല നമ്മളെ മെയിൻ ഉദ്ദേശം. ഇന്ന് നമ്മളെ ചാനലിൻ്റെ ഒരു തുടക്കം അതെങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് പറയാന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയത് എങ്ങനെയാണ്, എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം, അതിന് ഞാൻ എങ്ങനെ ഡൈവേർട്ടായി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളെ മുന്നിൽ എന്തെങ്കിലും ഞണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ടല്ലേ, ഇത് നമ്മുടെ പച്ചക്കറി, നല്ല വാഴ, അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ അതൊക്കെ അവിടെയാണ് നമ്മുടെ തോട്ടുവെക്ക് എന്ന് വിളിക്കും. നമ്മുടെ തോടിൻ്റെ എല്ലാ സ്ഥലത്തും തോട്ടുവെക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പം അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഏകദേശം നല്ല സെറ്റപ്പാട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഞണ്ടിനെയും കാണും. പക്ഷെ വേറെ കാര്യം, ഞാൻ ഇന്ന് ഞണ്ടിനിടാനുള്ള ബക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ കൂടെ പിടിച്ച് വരണ്ടേന്ന് വിചാരിച്ചിട്ടേ. ഇപ്പോൾ കിട്ടിയാലും നമുക്ക് റിസ്ക് ആയിരിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ഉള്ള വീഡിയോ ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ മാക്സിമം നമ്മൾ സാധാരണ വീഡിയോ ഷൂട്ട് ചെയ്യൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പം ഉള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് മീനെ അടിക്കുന്ന ഒരു ഷോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 1 മണിക്കൂറൊക്കെ മീൻ പിടിക്കാൻ പോയിട്ട് അതിന് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് എത്ര ടൈമാണ് നമ്മൾ പോകുന്നത്, എത്ര സമയം നമ്മൾ നടക്കുന്നുണ്ട്, എല്ലാ ഷൂട്ടും നമ്മൾ കുടുങ്ങുന്നുണ്ടോ, എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്ന പോലെ എല്ലാ പെർഫെക്റ്റ് ഷോട്ടും നമ്മൾ മീൻ അടിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത ഷോട്ടുകൾ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താലും നിങ്ങൾ കാണൂല. എന്താ വെച്ചാൽ ഒന്ന് രണ്ട് ഷോട്ട് ഇങ്ങനെ മിസ്സാണ് കാണുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക ആ പെർഫെക്റ്റ് ഷോട്ടിനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതായിരിക്കും. പക്ഷെ ഇന്ന് വെള്ളം കുറച്ച് കൂടുതലാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അവിടേക്ക് പോയി നോക്കാം. അവിടെ ഏകദേശം കുഴപ്പമില്ലാത്ത സ്ഥലം. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത്, അപ്പോൾ പെർഫെക്റ്റ് ഷോട്ട് അല്ലാത്ത ഷോട്ടുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇന്ന് ചിലപ്പം നല്ല ഞണ്ടൊന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ ഷൂട്ട് തന്നെ ചെയ്യൂല കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ ഉദ്ദേശം മെയിൻ നിങ്ങളോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, അത്രേ ഉള്ളൂ. അതിൽ ചിലപ്പം കുറച്ച് ലാഗൊക്കെ അടിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കൊണ്ടി. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങണത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. കറക്റ്റ് ഇയർ ഒന്നും എനിക്കറിയില്ല. 2-3-4 വർഷം മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. 2-3-4 അല്ല, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിന് മുന്നേ ആയിരിക്കും. അപ്പോൾ അന്ന് ഉദ്ദേശം യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടിയിട്ടൊന്നും തുടങ്ങുകയല്ല. ഞാൻ ഗൾഫുകാരനായിരുന്നു, പ്രവാസിയായിരുന്നു, ഖത്തറിലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പെയിൻറ്റിങ്ങിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഓഫീസൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഡിസ്റ്റർബൻസ് ഔട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഞണ്ടാണോ എന്ന് പെട്ടെന്ന് ഡൗട്ട് വരുമ്പോൾ നമ്മളുടെ സ്റ്റോറി പറയാനുള്ള ആ ഒരു
ഒരു ഗ്യാപ്പ് അങ്ങ് പോയി പോകും. അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണണ്ടല്ലോ. ആംബിയൻസ് ഒക്കെ അടിപൊളി ആംബിയൻസ് ആണ്. ഉള്ളിൽ ഈ ഒരു ഇത്ര ഏകദേശം 2-3-4 ഏക്കർ ഒരാളും മനുഷ്യനും കിടക്കാത്ത ഏരിയയാണ്. ഇവിടെ എന്തും ഉണ്ടാവുക, മലമ്പാമ്പും പന്നിയും ഒക്കെ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംമാതിരി ഞണ്ടുകളും ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ മൊത്തമൊന്നും ഇതിലേക്ക് ഇറങ്ങൂല, കുറച്ചേ ഇറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഓഫീസൊക്കെ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഉണ്ടാവും നമ്മളെ മുന്നിൽ. അപ്പോൾ ഞാനിങ്ങനെ ക്യാൻവാസും ആക്രിലിക് പെയിൻറ്റിങ്ങും ഒക്കെ വാങ്ങിയിട്ട് ചെറിയ തോതിൽ പെയിൻറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, വെറൈറ്റി ആയിട്ട് ഈ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് വീഡിയോ ആക്കി ഇട്ടാലോ, രസമാവില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മുൻകൂർ ധാരണകളൊന്നുമില്ലാതെ, മീൻസ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കി എങ്ങനെ ഒരു ചാനൽ തുടങ്ങാം. അവർ പറഞ്ഞു ഓക്കെ, നിങ്ങൾക്കൊരു ജിമെയിൽ അഡ്രസ്സും ഒരു ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം. ഫൈൻ, ഇത്രയും കേട്ടു. ആ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണാൻ നിൽക്കാതെ ഞാൻ പോയി ജിമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, വീഡിയോ ആക്കുന്നു, യൂട്യൂബ് ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യുന്നു. സംഭവം സിമ്പിൾ. ഇനി അങ്ങോട്ട് കുറച്ച് കാടാണ് കേട്ടോ. പുലിയൊക്കെ ഉണ്ടാവുമല്ലോ. പുലി ഉണ്ടാവില്ല, പറയാനില്ലാട്ട് പുലി ഉണ്ട്, നമ്മൾ കണ്ടില്ല എന്നുള്ളൂ. രാത്രിയൊക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്തിച്ചാൽ അതിനത്ര സ്ഥലമുണ്ട് ഇവിടെ. രാത്രിയൊക്കെ വല്ല ഈ പോക്കാൻ ടൈപ്പ് സാധനങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ കഥയിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പകുതിക്ക് ഇങ്ങനെ മുറിഞ്ഞു, എന്നാലും രണ്ടും കൂടെ കിടന്നോട്ടെ അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ആക്രിലിക് പെയിൻറ്റിങ്ങും ക്യാൻവാസൊക്കെ വാങ്ങിയിട്ട് നേരെ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഞാൻ മിസ്റ്റേക്കുകൾ അവിടെ ഒരുപാട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അത് മിസ്റ്റേക്കാണെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് നമുക്കിവിടെ കുറച്ച് നേരം നിൽക്കാം. അപ്പോൾ ഞാൻ ഇപ്പം പെയിൻറ്റിങ്ങിൻ്റെ ക്യാൻവാസ് മുന്നിൽ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ക്യാമറ അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് റെക്കോർഡിങ് തുടങ്ങി. ഞാനൊരു പെയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അത്രയ്ക്ക് സ്ലോ. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ അത്രയ്ക്കും ലെങ്തിയായ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ഏകദേശം 30 മിനിറ്റ്, 35 മിനിറ്റ്, 40 മിനിറ്റൊക്കെ ഒരു പെയിൻറ്റിങ്. അതത്രയല്ല, അതിൽ കൂടുതലുണ്ടാവും. അത് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം വരയ്ക്കുന്നത് മാത്രമായിരിക്കും ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് വരിക. അപ്പോൾ ഇത് ഏകദേശം ഒരു 30. ഞാൻ ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഇതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ആക്ടിവിറ്റി എങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. അത് അത്രയും ഇല്ല. ഇപ്പം മീൻസ് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുക. അങ്ങനെ ഒരു ലെങ്തി വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈ മിസ്റ്റേക്കൊന്നും അപ്പം ഞാൻ മനസ്സിലാക്കില്ല കേട്ടോ. ഏകദേശം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കണേ. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെയാണ് പറയണത്. അപ്പോൾ അത്രയും ലെങ്തി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് ഒരിക്കലും ഇല്ലാത്ത ലെങ്തി വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നത്. അത് രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ അടുത്ത് ചെറിയൊരു ടാപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാപ്പ് റെക്കോർഡറിൽ റേഡിയോ ടൈപ്പാണ്. അപ്പോൾ നല്ല അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫിലെത്തുമ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ കാട്ടി റേഡിയോനെ നമ്മൾ സ്നേഹിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാറുകളിലും FM റേഡിയോസ് പ്ലേ ചെയ്യും. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു FM റേഡിയോന് നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് FM റേഡിയോസ് ഭയങ്കരമായിരിക്കും. നമ്മളെ മലയാളം ന്യൂസുകൾ കറക്റ്റായിട്ട് വരും. അവിടെ നമ്മളെ ലോക്കലി അവൈലബിൾ ചാനലുകളുണ്ടാവും, പാട്ടുകൾ വരും. ഇവിടുത്തേനെക്കാട്ടി കൂടുതൽ പാട്ടും സംഭവങ്ങളും എല്ലാം നമ്മൾ ആസ്വദിക്കുന്നത് അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും കേട്ടോ. ഇവിടുത്തെ കഴിഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കില്ല.
അപ്പോൾ ഇതിൽ നല്ല പാട്ടുണ്ടാവും. ആ പാട്ട് ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് വരയ്ക്കും. അപ്പോൾ ഇത് കോപ്പി റൈറ്റഡ് ആണെന്നോ ഇതിന് കുറേ പ്രോബ്ലംസുകൾ ഉണ്ടെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഞാൻ അതൊന്നും അന്വേഷിക്കാതെയാണ്, അത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ആ പാട്ടും ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കോപ്പി റൈറ്റഡ് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കോപ്പി റൈറ്റഡ്, ഓക്കെ, ഒരു കോപ്പി റൈറ്റ് എടുത്തോട്ടെ, ഓരോ പാട്ടല്ലേ. ഞാൻ ഇത്ര ചിന്തിക്കുന്നത്, ഇതിൻ്റെയിലേക്കുള്ള മുന്നോട്ടുള്ള വഴികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ഞാനങ്ങ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ ഓക്കെ, സോറി, രണ്ടാമത്തെ മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളല്ലോ. മൂന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യൂ എങ്ങനെയുണ്ട്? ഇത് അത്യാവശ്യം, ഇതാദ്യം ഒരു ചെമ്മീൻ കെട്ടായിരുന്നു. നമ്മളെ കഥയ്ക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി, നമ്മൾ ഇവിടുത്തെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഇത് ചെമ്മീൻ കെട്ടായിരുന്നു. ചെമ്മീൻ കെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ അധികം ചെമ്മീൻ വളർത്തലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നാട്ടിലൊരാൾ ട്രൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചെമ്മീന് ഇട്ട് വളർത്തിയത് കൊണ്ടാവാം പിന്നീട് വരുന്ന ചെമ്മീനുകൾക്ക് ഇതൊരു നല്ലൊരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇവന്മാരും നല്ലപോലെ ഇവിടെ വളരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്, പാരനെ പിടിക്കാനും പുഴയിലേക്കുള്ള എല്ലാ മീനെ പിടിക്കാനുള്ള ചെമ്മീൻ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ തോടുകളിലും പിന്നെ ഇവിടെ വന്നിട്ടാണ് പിടിക്കണത്. ഓക്കെ, അപ്പോൾ നമ്മളെ കഥയിലേക്ക് തന്നെ തിരിച്ചു പോവാം. അങ്ങനെ കോപ്പി റൈറ്റഡ് ഇഷ്യൂ ആയിട്ട് നമ്മളെ വീഡിയോ അതൊരു സൈഡിൽ. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താ ഞാൻ വരുത്തിച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം വെർട്ടിക്കലും ഹൊറിസോണ്ടലുമാണ് ഏതാണ് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് ഇതാക്കി, എന്നിട്ട് ഞാനത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഐ ഡിഡ്ന്റ് കൺസിഡർഡ്. അപ്പോൾ ചില സമയത്ത് ഈ ആസ്പെക്ട് റേഷ്യോ 1:1 എന്നുള്ള ലെവലിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാതെ ഞാനങ്ങ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കാണുന്ന വ്യൂവേഴ്സിന് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ, ഒരു മൊബൈൽ ലെങ്ത്തിലൊന്നും ഇല്ലാത്ത കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതായിരുന്നു എൻ്റെ 3 മിസ്റ്റേക്ക്, ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്ന മിസ്റ്റേക്കുകൾ. അതിൽ നമ്മളെ ക്വാളിറ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡാണ്, എന്താണ് യൂട്യൂബിന് റിക്വയർഡായ 180 MB/s 180 720 പിക്സൽ ആണോ, അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതലാണോ, 4K ആണോ, 720 ആണോ, ഇതൊന്നും അന്ന് നെവർ കൺസിഡേർഡ്. നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ നല്ലൊരു പോസിബിലിറ്റി ഉള്ള സ്ഥലമായിരുന്നു നമുക്ക് ഞണ്ടിൻ്റെ. പക്ഷേ അവിടേക്ക് നമുക്ക് ഇത് ചാടി കടന്ന് പോകണം, അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോകണം. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇപ്പം നമ്മളുടെ സ്റ്റോറിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താൽക്കാലികം തിരിച്ച് നടക്കാം. ഞണ്ടിനൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ഞണ്ടെങ്കിലും ഉണ്ടാവേണ്ടതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നേരെ തിരിച്ച് നമ്മളെ പുഴവക്കത്തേക്ക് പോകാം. അതാകുമ്പോൾ നമുക്ക് വല്ല ഇരുമീനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണ്. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്കുകളുടെ ഇവിടെ നല്ല മുള്ളുകളുണ്ടാവും കേട്ടോ, കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മീൻ പിടിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. മുള്ള്, പാമ്പ്, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം വരാൻ. അപ്പോൾ നമ്മളെ കഥയിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ഞാൻ ആ യൂട്യൂബ് ചാനലിൽ കുറച്ച് കുഞ്ഞു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആ പരിപാടി അങ്ങ് താൽക്കാലികത്തേക്ക് വേണ്ടാന്നുള്ള ലെവലിൽ അതങ്ങ് മാറ്റി വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ്
പിന്നെ ഗൾഫ് കുറച്ച് കഴിഞ്ഞ് നിർത്തി. അത് ഏകദേശം 2-3 കൊല്ലം ചുമ്മാ അവിടെ ഇട്ടതിന് ശേഷം ഞാൻ ഗൾഫൊക്കെ നിർത്തി നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ ഈ ഗോപ്രോ ഞാൻ വാങ്ങി. ഓക്കെ, ഐ തിങ്ക് 2021 തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ലുലുല്ലേ, യൂസഫ് അലിയുടെ ലുലു. അപ്പോൾ യൂസഫ് അലിയുടെ ലുലുവിൽ ഷോപ്പിങ്ങിന് പോയതായിരുന്നു, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ചോക്ലേറ്റും എടുക്കാനൊക്കെ ഇങ്ങനെ പോയി ചുമ്മാ അങ്ങനെ അവിടുത്തെ സാധനങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇലക്ട്രോണിക്കിൻ്റെ സൈഡിലെത്തി. അവിടെ ഇങ്ങനെ കറങ്ങുമ്പോണ്ട് ഗോപ്രോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഗോപ്രോസ് ആൾക്കാർ ഉപയോഗിക്കുന്നതും കാര്യങ്ങൾ, അതിൻ്റെ ഈ സൈക്ലിങ്ങിൻ്റെ സമയത്ത് ഗോപ്രോ വെച്ചിട്ട് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ഓരോ സ്ഥലത്ത് ടൂറിസ്റ്റുകൾ ഈ ചെറിയ സാധനം എടുത്തിട്ടാണല്ലോ അങ്ങനെ കൈ കൊണ്ടെടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഗോപ്രോ എനിക്ക് അറിയാം. അത് വിചാരിച്ചു ഓക്കെ ഗോപ്രോ ഒന്ന് റേറ്റ് ചോദിച്ചാലോ. അപ്പോൾ ഞാനന്ന് അവർ ചോദിച്ചു. അപ്പോൾ റേറ്റ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, റിയാലിലാണ്. ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം നാട്ടിലത്തെ ഒരു 40,000. അവിടെ എന്തൊരു കലക്കുണ്ടല്ലോ, ഇവിടെ ഞണ്ടുണ്ടെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് കണ്ടില്ലാന്ന് വരും കേട്ടോ. അപ്പോൾ ഒരു 40,000 രൂപയുടെ അടുത്ത് വരും ഇന്ത്യൻ റുപ്പീസിൽ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു 40,000 രൂപ ഈസ് ലിറ്റിൽ ബിഗ്. അതും കൊണ്ട് നാട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എൻ്റെ മൈൻഡിൽ എ ഫൈറ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനം ഒരു സൈഡിൽ നിൽക്കുക, അതിൻ്റെ മണി വാല്യൂ അതർ സൈഡിൽ. അപ്പം ഓക്കെ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വേണോ വാങ്ങണ്ടേ അങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരിക. അപ്പം ഞാൻ ഓക്കെ വേണ്ട, 40,000 ഇതിൽ ബിഗർ. അതുകൊണ്ട് നമുക്ക് ചിലപ്പം ഫാമിലീൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു 1 മന്ത് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ ഉണ്ട്. അന്ന് നമ്മൾ ഗൾഫാരാകുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഒരുപാട് സ്പെൻഡ് ചെയ്യും, നാട്ടിലത്തെ മാതിരിയല്ല. നമ്മളെ പണത്തിന് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ടൈമാണ് അന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു വേണ്ട, ഓക്കെ ഗോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ ട്രോളിയൊക്കെ ഉന്തി നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് വന്നു. അപ്പോൾ യൂസഫ് അലി സാറിന് ഒരു കച്ചവടം നഷ്ടമാവുകയാണെ, ഒരു കോപ്പറുണ്ട്. അത് ആക്ച്വലി യൂസഫ് അലീൻ്റെ എല്ലാ വേറെ ആൾക്കാരാണല്ലോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അങ്ങ് പോയാലോ, അതല്ല നല്ലത്. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് കടക്കണം എന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് ബില്ലിംഗ് കൗണ്ടറിലേക്ക് നടന്നു. അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ അതൊക്കെ എന്താ ഇളക്കുണ്ടല്ലോ, കണ്ടോ എന്തോ ആടെ ഇത് മീനാണോ? ഓക്കെ, ഇനി പറയടോ എന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റി. ഓ ഇത് ഞാൻ വെള്ളം നനയ്ക്കേണ്ടി വരുമല്ലോ, കുഴപ്പമില്ല, സാറില്ല. ഈ പോസ്റ്റേ അങ്ങോട്ട് എത്തിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ അത്? അപ്പം ഇതൊന്ന് കടന്നിട്ട് പറഞ്ഞാൽ പോരാ നമ്മളെ സ്റ്റോറി. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി കഴിഞ്ഞു. ഇനി ഈ പാൻ്റ് അങ്ങ് താത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ മുള്ളുകൾ നല്ല വേദന ഉള്ളതാണ്. ഒരു ശരിക്കും റിവേഴ്സ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മളെ കുത്താൻ നിൽക്കുന്ന മുള്ളുകളാണ്. കോറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിക്കാൻ പറ്റില്ല. അത് ഇപ്പം നമ്മൾ വലേൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയാൽ വലിച്ചെടുക്കാൻ പറ്റില്ല. അത് റിവേഴ്സിലാണ് കൊളുത്തിക്കുക. അതിൻ്റെ അറ്റം പിടിച്ച് അങ്ങോട്ട് വലിക്കണം. അങ്ങനത്തെ മുള്ളുകളാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് നമ്മളെ കഥയിലേക്ക് തിരിച്ചു പോവാം. വിസിബിലിറ്റി കുറവാട്ടോ എനിക്ക് വെള്ളത്തിലേക്ക്
പിന്നെ നമ്മളുടെ ഉദ്ദേശം ഇതായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വെറുതെ ആയിട്ട് ഐഡിയലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം സ്റ്റോറി കണ്ടിന്യൂ. നമ്മൾ യൂസഫ് അലി സാറിൻ്റെ ഷോപ്പിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. മനസ്സിൽ വേണോ വേണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ച് ബിൽഡിങ്ങിലേക്ക് നടന്ന് എൻ്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ മൈൻഡ് വീണ്ടും, എൻ്റെ ഇന്നർ മൈൻഡ് പറഞ്ഞ്, ദിലീപെ വാങ്ങിക്കോ, പൈസ നോക്കണ്ട, ദിലീപെ പോയി വാങ്ങി, നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന് കുറേ വീഡിയോസ് എടുത്ത് ഇടടാ, നമുക്ക് അങ്ങനെ ചെയ്യാടാ, വാങ്ങിക്കോ ദിലീപെ. നമ്മളെ ഇന്നർ മൈൻഡ് ഉണ്ടല്ലോ, ആ സാധനം നമ്മളോട് ഇങ്ങനെ പറയാം. അപ്പോൾ ചില സമയങ്ങളുണ്ടാവും നമുക്ക്, നമ്മളെ ഇന്നർ മൈൻഡ് അതിന് വല്ലാതെ കുതിക്കും. അത് ചിലപ്പം നമ്മളുടെ ഗ്രോത്തിലേക്കുള്ളതായിരിക്കാം, നമുക്ക് നല്ലതിലേക്കായിരിക്കാം, ചിലപ്പോൾ അത് മോശത്തിലേക്കായിരിക്കാം. അത് നമ്മളെ ഇന്നർ മൈൻഡിൻ്റെ ഹൗ ദ സോൾ സ്പിരിറ്റ് പ്യൂരിറ്റി, അതിനനുസരിച്ച് ആ ഡിസിഷൻസിനെ നമ്മളെ മൈൻഡും അതും തമ്മിലുള്ള, ഞാൻ അതിൻ്റെ സൈക്കോളജിക്കൊന്നും പോലെ ചുമ്മാ വെറുതെ പോരടിപ്പിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു വാങ്ങിക്കോ, ഒന്നും നോക്കണ്ടാന്ന്. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് നീ ഒന്ന് നോക്ക്, ആ ബില്ലിംഗ് കൗണ്ടറിൽ എത്തുന്നതിന് മുന്നേ ഞാനിങ്ങോട്ട് തിരിച്ചെത്തുന്നതാണ്. ഇത് നമ്മൾ പന്നിക്ക് വേണ്ടിയിട്ട് കിട്ടിയാട്ടോ. നേരെ പോകുന്നു, ഗോപ്രോ സെക്ഷനിൽ പോകുന്നു. പൈസക്ക് ആൾറെഡി ചോദിച്ചു വെച്ചതാണല്ലോ. നേരെ അങ്ങോട്ട് വാങ്ങണ്, നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് വരുന്നു. പർച്ചേസ്ഡ്, ഫിനിഷ്ഡ്, 40,000 രൂപീസ് ഗോൺ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, വാങ്ങാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് മനസ്സ് പറഞ്ഞ് വാങ്ങി. പക്ഷെ ആ ഒരു ഡിസിഷൻ എനിക്ക് നല്ലതാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ലൊരു ഹോബി ആയിട്ട് ഇപ്പോൾ ഇത് മാറി. സപ്പോസ് ഞാനത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫിഷിങ്ങിലേക്കോ അങ്ങനെ ഇതിലേക്കൊന്നും ഇറങ്ങില്ലായിരിക്കും. അത് വാങ്ങിയതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ കുറേ സമയമെടുത്ത്, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഹോബിയായിട്ട് ഇതിനെ ഗ്രോത്ത് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങളെല്ലാവരും നിങ്ങളെ മൈൻഡിൻ്റെ പറയണത് കേൾക്കുക. മൈൻഡ് പറയണത്, മൈൻഡും നിങ്ങളുടെ ഇന്നർ മൈൻഡും അതിൽ ഏതാണ് പ്യൂരിറ്റി എന്നുള്ളതിനനുസരിച്ചിരിക്കും ആരാരെ ഓവർകം ചെയ്യണമെന്ന്. പക്ഷേ ചില സമയങ്ങൾക്ക് ഇന്നർ മൈൻഡിൻ്റെ ഡിസിഷനുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ മൈൻഡ് വിൽ ഓൾവേസ്, എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെ പ്രോബ്ലംസുകൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മൈൻഡ് നമ്മളോട് ഡിസിഷൻ പറയാം. ബട്ട് ഇന്നർ മൈൻഡ് എപ്പോഴും പറയാം ഇറ്റ്സ് അബൌട്ട് യുവർ സോൾ. നിൻ്റെ സോളിന് ഇഷ്ടപ്പെട്ടത് എന്ത് മാത്രമാണോ അതായിരിക്കും നിങ്ങളെ ഇന്നർ മൈൻഡ് നിങ്ങളോട് പറയാം. അപ്പം ചില സമയത്ത് ഇന്നർ മൈൻഡിൻ്റെ ഡിസിഷനുകൾക്ക് നിങ്ങൾ ഇത് നമ്മളെ പുഴക്കത്തെത്തിയിട്ടോ പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ വൈബ് സ്ഥലം. ഒരു ആലപ്പുഴയും ഒരു വെനീസും ഇതിന് ഈക്വലൻ്റ് ആവില്ല. ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൂറ് പോണതിനെക്കാട്ടിയും ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ രാത്രി കിടന്നുറങ്ങരുത്, നേരത്തെ നീച്ചിട്ട് ഇങ്ങോട്ട് വരണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് വെള്ളം കുറവാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ കഥ ഒന്ന് പൗസ് ചെയ്യാം, എന്നിട്ട് ബാക്കി ഒരിത്തിരി സമയത്തിനുള്ളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതൊരു തിരുത്തിയാണ്, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തിരുത്തി. അതിന് ചുറ്റും നമുക്ക് തോണിയായിട്ട് കറങ്ങി വരാം. നമുക്ക് പോകേണ്ടത് ആ സൈഡിലേക്കാണ്. പക്ഷേ അവിടെ മാലാന് അടിച്ചു നോക്കണോ, കുഞ്ഞതാണ്, നിങ്ങൾ കാണണ്ടോ? വല ഉണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുകയാണ്.
നിങ്ങൾക്ക് കാണലുണ്ടാവില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ സ്ഥലത്ത് കൂടെ ഒരു 5-6 ഉണ്ടാവും, പക്ഷെ വലിയ സൈസല്ല. അതുകൊണ്ട് നമുക്ക് ഇത് അടിക്കുന്നത് അത്ര ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ വേ ഐ തിങ്ക്. അപ്പോൾ നമുക്ക് സോറി ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഞണ്ടിനെ അല്ല കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഇരുമീനായിരിക്കും. ഇരുമീൻ എന്താ പറയുക, ഈ സൈഡുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇരുമീനിന് ഫുഡ് ഇട്ടിട്ടൊന്നുമില്ലല്ലോ, ഇത് വെച്ചിട്ടല്ല അടിക്കുക. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. നമ്മളിങ്ങനെ നോക്കുകയാണ്, വെള്ളം കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്കവിടെ മഞ്ഞക്കാട് എന്നുള്ള ഒരു സ്ഥലം വരെ നമുക്ക് പോവാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഈ മീനിനെ ഇപ്പോൾ വിസിബിൾ ചെയ്യാനും ആ സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഇത്ര നേരം വന്നിട്ട് നമ്മളെ മുന്നിൽ ഒരു മീനും വിസിബിളായിട്ടില്ല, ഒരു ഞണ്ടും വിസിബിളായിട്ടില്ല. അപ്പോൾ ഇത്രയും ടൈം നിങ്ങളൊരിക്കലും നമ്മളെ വീഡിയോസിൽ ഈവൻ ഏത് ഫിഷർമാൻ്റെ ആയാലും നിങ്ങൾ ഏത് ഫിഷിങ് ആൾക്കാരതായാലും അവർക്ക് ഐഡിയലായ ഒരുപാട് ടൈമുണ്ട്. അതാർക്കും അത് അവർ കാണിക്കാത്ത. അയ്യോ, നമ്മളെ തോണി മുങ്ങി കിടക്കണ്ടല്ലോ. ഷോ സംഭവേ ആ കമ്പുമ്മിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മൾ കുറേ കാലമായി ഇത് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ ഹാൾട്ടിങ് ഇടാതെ ചെയ്തുകൊണ്ടാവും. സാരമില്ല, വാട്ട് ടു ഡു. സാധനങ്ങൾ ഒഴുകി പോകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മളെ തോണിയാണ്, പറയാൻ മറന്നിട്ടോ. ഇത് നമ്മളെ തോണിയാണ്. ഈ നടക്കണ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വാങ്ങിയാടോ. പിന്നെ ഈ സാധനങ്ങളാക്കണ ഇതൊക്കെ നമ്മൾ ചെക്കന്മാരെല്ലാവരും കൂടെ കെട്ടിണ്ടാക്കിയത് ആ വൈബിന് വേണ്ടിയിട്ട്. വൈബാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് വെള്ളത്തിൽ മുങ്ങിന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റ ഇവിടെ അങ്ങനെ തട്ടുമ്പോഴേ അതിൽ വെള്ളത്തിൽ കയറണം. അത് ഇനിയിപ്പോൾ മുക്കി വറക്കാൻ നിന്നാൽ നമ്മളെ സ്റ്റോറി ടെല്ലിങ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികം അത് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. നമ്മൾ ഏതെങ്കിലും ചെക്കന്മാർ വരുമ്പോൾ റെഡിയാക്കിക്കോളും. നമുക്ക് ബോറടിക്കണ്ട. മീൻ ഫിഷിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഫിഷിങ്ങിന് പ്രയോറിറ്റി അല്ല, കണ്ടാൽ അടിക്കും. ഇന്ന് നമ്മളെ സ്റ്റോറി നിങ്ങളോടൊന്ന് പറയണം. അത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോറി ഒരിക്കലും ആവില്ല, ബട്ട് കണക്റ്റഡ് ടു മൈ ചാനൽ, ഹൗ ഇറ്റ്സ് കം, ആ ഒരു സാധനം മാത്രം. പിന്നെ ഞാൻ എൻ്റെ പറയുന്ന സ്റ്റൈലിലൊക്കെ ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ. അത് ചിലർക്ക് കട്ട ബോറിങ് ഉണ്ടാവും, ചിലർക്ക് അത് ഒരു എന്താ പറയുക, ഒരു കുറച്ച് മെക്കമാതിരി തോന്നും, ആർട്ടിഫിഷ്യലായി തോന്നും, റിയലിസ്റ്റിക് മാതിരി തോന്നൂല. ചിലർക്ക് എന്താ എങ്ങനെ പറയണമെന്ന് തോന്നും. അപ്പോൾ അതൊക്കെ ഡിപ്പെൻസ് നമ്മളുടെ സ്റ്റൈലിനും. പിന്നെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം നോക്കുക, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഇല്ല. ഇപ്പോൾ നിങ്ങളോടാണ് ഞങ്ങൾ പറയണമെങ്കിലും നിങ്ങൾ ഞങ്ങളെ റിയാലിറ്റിയിൽ ഞങ്ങളെ മുന്നിലില്ല, ഒരു യൂട്യൂബേഴ്സിൻ്റെ മുന്നിലില്ല, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമേഴ്സിനും ഒരു ഫേസ്ബുക്കിൻ്റെയും മുന്നിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ ക്രിയേറ്ററിന് മുന്നിലില്ലാത്ത ഒരാളോടാണ് ആ ക്രിയേറ്റർ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ സംസാരിച്ച് ഓട്ടോമാറ്റിക്കലി അയാളുടെ മൈൻഡിലേക്ക് ഓക്കെ നിങ്ങളപ്പുറത്തുണ്ട്, ഫോണിൻ്റെ അപ്പുറത്തുണ്ട്, അപ്പോൾ നിങ്ങളോടാണ് ഇപ്പം കാണുന്നത് ഒരു വ്യക്തിയാണല്ലോ, ആ വ്യക്തിയോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിലായിരിക്കും സംസാരിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. ഈ കാണുന്നത് ഒരാളാണ്. എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങളാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. അപ്പം ഞാൻ നിങ്ങളോടാണ് എൻ്റെ കഥ പറയുന്നത്. അപ്പോൾ ആ കഥ പറയണ്ടേ, അത് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് അടിക്കാം. ഓക്കെ, നമ്മൾ നേരെ മഞ്ഞക്കാട് ലെവലിലേക്ക് പോകട്ടോ. നമുക്ക് പക്ഷെ വെള്ളം കുറവായതുകൊണ്ടേ ഇവിടെ നമ്മളൊരു സ്പോട്ടാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒരുപാട് കല്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ. ഏട്ടാ ഇരുമീനുണ്ടടാ. അപ്പോൾ കൂട്ടർ ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടോ.
നിങ്ങൾ പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഷോട്ട് നമ്മൾ ചെയ്തില്ലാന്നുണ്ട. ഇവിടെ ഇരുമിയുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് അടിക്കണതൊന്നും കാണുകയും ചെയ്യാമല്ലോ ഏ. ഇപ്പോൾ കണ്ടല്ലേ, ഫസ്റ്റത്തെ ഷോട്ട് മിസ്സായി. ഈ ഷോട്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരില്ല. അത്യാവശ്യം നല്ല ഇരുമീനായിരുന്നു. പക്ഷെ ഇനി അവനവിടെ കാണുമെന്നറിയില്ല. നമുക്കൊരു കണ്ണടയും കൂടെ ഉണ്ട് കേട്ടോ, നമ്മളെ പോളറൈസ്ഡ് കണ്ണട ഉണ്ട്. പോളറൈസ്ഡ് കണ്ണട നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ആകാശത്തിൻ്റെ സാധനങ്ങളൊക്കെ പോകും. പക്ഷെ അത് ഞാൻ എടുത്തില്ല, ബാഗ് എടുക്കാത്തതുകൊണ്ട്. എനിക്കൊരു ഹാൻഡ് ബാഗ് ഉണ്ടാവും, അത് കൈ പിടിച്ചിട്ടാണ് ഞാൻ നടക്കുക എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ആ വിസിബിലിറ്റി നമുക്ക് പോകും. ഒന്ന് നമ്മൾ തോടായിരുന്നല്ലോ ഉദ്ദേശം, പിന്നെ മീൻ പിടിക്കാനും ഉദ്ദേശമില്ലായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് അത് സംഭവിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മീൻ പിടിക്കാൻ നിന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3-4 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് കട്ട ബോറിങ് ആവും. അതിനെക്കാട്ടി നല്ലത് നമുക്ക് മൂവ് ചെയ്യല്ലേ. ഞാനിപ്പം നിങ്ങളെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഇതിന് വെയിറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. ആ ഇരുമീൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അവനെ പിടിക്കാന്നുള്ള പ്ലാനിങ് ആണ്. ഞാനിവിടെ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം ബോറടിക്കലായിരിക്കും ഉണ്ടാവുക. അപ്പം വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് നോക്കാം നിങ്ങളെ പ്രേക്ഷകരുടെ ഇപ്പം നമ്മൾ താൽക്കാലികം നമുക്ക് പോവാം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട ബോറിങ് ആവും. പോട്ടെ. അപ്പം ആംബിയൻസ് ഒക്കെ ഒരു പ്രത്യേക വൈബാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഇതൊക്കെയാണ് കുഴപ്പം അല്ലേ. പോടാ സംഭവം മക്കളെങ്ങനെ വരും. കിട്ടിയോ? അതാ അതുമ്മിൽ കുടുങ്ങണതാ. മറ്റേ അതെ, അത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഹാൾട്ടിങ് ഉണ്ടായിരുന്നു ഇന്നലെ. എനിക്ക് തോന്നുന്നു മറ്റേ വേറെ ആരോ എടുത്ത് ഹാൾട്ടിങ് ഇട്ടില്ല എന്നുണ്ട്. മൂപ്പര് നല്ല ഇരുമീനൊക്കെ പിടിക്കുന്ന ആളാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കി പോട്ടെ, എന്നിട്ട് നമ്മളെ കഥ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്നറിയാം, സമയം ഒരുപാടായി. പക്ഷെ എന്നാലും കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ തന്നെ ഉണ്ടാവും.
തീർച്ചയായും അല്ലേ? അതല്ല അതിൻ്റെ ഒരു സ്റ്റൈല്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒക്കെ വെറൈറ്റി ടെറിട്ടറിയാണ് കേട്ടോ. അയ്യോ, 8 കാലി വില കണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ആരും വന്നില്ല എന്നർത്ഥം. അതൊക്കെ ഒരു ഇരുമിയുണ്ട്, പക്ഷെ കുഞ്ഞനാണ്. എന്നാലും ഇവിടെ പരിപാടി ഇതായതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് അതാവാൻ പോയി. അപ്പോഴത്തേക്ക് ഇതിനൊന്നും ഈ ക്യാമറയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് തൂക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്താ പറയുക, നമ്മളിതൊക്കെ റെഡി ആക്കുമ്പോഴത്തേക്ക് ഉമ്മാർ പോവും. അതിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ട് പോവാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റെഡി ആക്കിയിട്ട് വേണം ഇങ്ങനെ വരാൻ. സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിക്കാം. എന്നുവെച്ചാൽ അയിമിൽ പിന്നെ ഈ ക്യാമറ ഇവിടെ വെച്ച് ഇതിൻ്റെ ആ കൊമ്പ് അയിമിലേക്ക്, ഗണ്ണിൻ്റെ സാധനം അയിമിലേക്ക് കണക്ട് ചെയ്ത്, ഗണ്ണല്ല സ്ലിംഗ് ഷോട്ടിൻ്റെ സാധനം അയിമിലേക്ക് പകർത്തിയൊക്കെ വരുമ്പോഴത്തേക്ക്, എന്നുവെച്ചാൽ നമ്മളിവിടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവന് മനസ്സിലാവുമല്ലോ. ആറ്റിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കാണാം, അല്ലെങ്കിൽ നമ്മൾ നടക്കണ സൗണ്ട് കേൾക്കുക കാര്യങ്ങൾ. അപ്പോൾ അവന്മാർ അതപ്പം തന്നെ അവന്മാർ അനലൈസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാനേ ഡീപ്പിൽ ഞാനൊരു ഇരുമിനെ കണ്ട്, പക്ഷെ അവന്മാർ ആ ഓലേൻ്റെ അടിഭാഗത്താണ്. അങ്ങോട്ട് പൊന്തല്ല. അതാ കിടക്കണേ. ഓക്കെ, നോക്കട്ടെ. ഐ, ജസ്റ്റ് മിസ്സാ, ജസ്റ്റ് മിസ്. കുടുങ്ങില്ല കേട്ടോ, ജസ്റ്റ് മിസ്. രണ്ടടിയായി. ഇത് ഇതിൻ്റെ റിയാലിറ്റി നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുമ്പോഴേക്കും അയ്യോ ഇവരിതൊന്നും അടിക്കാൻ അറിയില്ലേ ഒക്കെ നിങ്ങൾ വിചാരിച്ചോളി. പക്ഷെ അതിൻ്റെ റിയാലിറ്റി ഇതാണ്. പെർഫെക്റ്റ് ഷോട്ട് അടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, ബട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ അതേപോലെ പ്രോ ആയിരിക്കും. അതേമാതിരി ഇത്രയും സമയം കൊടുത്ത് പിന്നെ നിങ്ങൾ ആൾറെഡി വിജിലൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിക്കുമ്പം അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ട്. നമ്മളെ ഈ സാധനത്തിൻ്റെ സൗണ്ട് വെള്ളത്തിൽ തൊടുമ്പോഴത്തേക്ക് അവന്മാർ തെന്നി മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത സ്പോട്ടിക്ക് പോവാം. ഇനി അവന്മാർ അവിടെ കാത്തുനിന്നൊരു കാര്യമില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മീൻ കിട്ടണമെന്നില്ലല്ലോ. മീൻ കിട്ടുന്ന വീഡിയോസ് എന്തെങ്കിലും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കണ്ടാൽ മതി. ഇന്ന് നമുക്ക് തൽക്കാലം ഇങ്ങനെ തൂക്കിടാം. വീണു പോകില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ കഥ ബാക്കി കണ്ടിന്യൂ ചെയ്താലോ? എന്താണ് കഥ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കിട്ടാ. ലൈക്കാണ് നമ്മളുടെ എന്ത്, നിങ്ങൾക്ക് നമ്മളെ കഥ ഇഷ്ടപ്പെടേണ്ടതെന്നുള്ളതും ഇതിൻ്റെയൊക്കെ ഒരു ആസ്ഥാനം, അല്ലെങ്കിൽ കമൻറ്റ് കാര്യങ്ങൾ. ഇഷ്ടപ്പെടില്ലെങ്കിൽ അതും പറഞ്ഞോളി കമൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി. നമ്മൾ യൂസഫ് അലീൻ്റെ അടുത്ത് നിന്ന് ഗോപ്രോ വാങ്ങി. നമ്മളെ മനസ്സിനും ഇന്നർ മൈൻഡും തമ്മിലുള്ള ഒരു ഫൈറ്റിങ്ങിൽ നമ്മൾ ഇന്നർ മൈൻഡ് ജയിച്ച് അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ഗൾഫിലെ റൂമിലേക്ക് പോയി. ഇത്രയാണ് സ്റ്റോറി. അങ്ങനെ ആ റൂമിലെത്തി ഗോപ്രോ കൊണ്ടുവന്ന്. അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് കഴിയുമ്പം നമ്മളെ മൈൻഡ് നമ്മളെ കൺഫ്യൂഷൻ ആക്കും കേട്ടോ. നമ്മളെ മൈൻഡ് പറയും എടാ ഇജി ഇത്രയും വലിയ പൈസ ഇജി എന്തിനാടാ വാങ്ങിയത്, അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് മൈൻഡ് നമ്മളെ ചടപ്പിക്കും. പക്ഷെ അത് നമ്മൾ നോക്കണ്ട. മൈൻഡ് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. എന്താ വെച്ചാൽ നമ്മൾ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ അവൻ്റെ സൈഡിലേക്ക് നമ്മളെ
ഇതാക്കും. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മളെ പാഷനേറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഇന്നർ മൈൻഡ് പറഞ്ഞ സാധനത്തിനെ പിന്നെ നോ മോർ തിങ്കിങ് ബാക്ക്. ഓക്കെ, അതാണ് അതിൻ്റെ സ്റ്റൈല്. അങ്ങനെ നമ്മൾ ഗോപ്രോ എടുത്ത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകാണല്ലോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ള ലെവലിൽ നമ്മൾ ദോഹ ടു കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത്. എന്ന് കഴിഞ്ഞാൽ ദോഹ എയർപോർട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലെ ഞാൻ എത്തണ വരെയുള്ള ഒരു ജേണീനെ ഒന്ന് ചെറുതാക്കി കാണിക്കാം. അപ്പോൾ അതൊരു ഓ മൈ ഗോഡ് സോറി, കഥയിൽ ഡിസ്റ്റർബൻസ്, സോറി. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഞാൻ ഫസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യണത്. ആ ഫസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യണത് ഞാൻ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് മനസ്സിലായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യുമ്പം അപ്പോഴും ഞാൻ ആ ലാഗിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ഒരുപാടൊന്നും ക്ലിയർ ചെയ്തില്ല. പക്ഷെ സ്റ്റിൽ അത് ക്ലാരിറ്റീൻ്റെ വയസ്സും പിന്നെ അതിൻ്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ വീഡിയോസ് നല്ല റീച്ച്, മീൻസ് 5000 ആൾക്കാർ കണ്ടു. അപ്പോൾ അത് ഞാൻ വീട്ടിലൊക്കെ എത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിട്ട് ആ വീഡിയോ ഉണ്ടാവും. അതിന് മുന്നുള്ള ഞാൻ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, ഈ കോപ്പി മീൻസ് ആകാത്ത സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളത് നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതും വെച്ചിരുന്ന കാര്യമില്ലല്ലോ. ഇറ്റ്സ് നോട്ട് റൈറ്റ് ആസ് പെർ യൂട്യൂബ് പോളിസീസ്. സോ നമ്മൾ ആ പരിപാടി അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ റെഡി എല്ലാ കാര്യങ്ങളല്ല. അപ്പോൾ അവിടുന്ന് പിന്നെ ഫസ്റ്റ് വീഡിയോ ഇതാണ്. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിൽ വന്ന് അപ്പം നല്ല കട്ട എഡിറ്റിങ് ഏതിൽ ചെയ്യാന്നുള്ളതായിരുന്നു പിന്നെ എൻ്റെ നെക്സ്റ്റ് പ്ലാന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ഞാൻ അന്ന് സ്റ്റാർട്ടിങ് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, കൈൻ മാസ്റ്റർ ആയതുകൊണ്ടായിരിക്കും ഈ ചെറിയ സാധനങ്ങൾ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക്, നിങ്ങളെല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക്, കൈൻ മാസ്റ്റർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഈ എഡിറ്റിംഗ് ഒന്നും എൻ്റെ വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തത് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട്, എനിക്ക് കമ്പ്യൂട്ടർ ഉണ്ട് അപ്പോൾ ആ സമയത്ത്, അപ്പോൾ പ്രീമിയർ പ്രോ വെച്ചിട്ട് എഡിറ്റ് ചെയ്താലോ അപ്പോൾ ചിലപ്പോൾ വീഡിയോ നല്ല പുലിയാവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രീമിയർ പ്രോ ഡൗൺലോഡ് ചെയ്തു. അത് പഠിക്കണമല്ലോ. അപ്പോൾ നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കണ കാര്യമാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിക്കും. അങ്ങനെ പ്രീമിയർ പ്രോൻ്റെ യൂട്യൂബിലൂടെ പഠിപ്പിച്ചിരുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, എന്തായിരുന്നു ഐ ഫോർഗെറ്റ് ഹിസ് നെയിം. പക്ഷേ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു, നമ്മളെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കുറേ രീതിയിൽ പഠിപ്പിച്ചിരുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ മൂപ്പര ചാനലിലൂടെ ഞാനത് കുറേ മനസ്സിലാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ വീഡിയോ അപ്ലോഡ് മീൻസ് എടുക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഇതൊന്ന് നല്ല വൃത്തിക്ക് പഠിക്കുക, നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇത് ലിങ്ക് കിട്ടി. അങ്ങനെ ആ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ചേർന്ന്. ഓൺലൈൻ ക്ലാസ് മീൻസ് നമ്മൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോഷോപ്പ് കാര്യങ്ങൾ എല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ചേർന്ന് നേരെ ഒരുപാട് അതിൽ കുത്തിരുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു മൊബൈൽ സോഫ്റ്റ്വെയറിൻ്റെ മൊബൈലിലുള്ള ചെറിയ ചെറിയ ആപ്പ് നമുക്ക് ഓക്കെ ആവില്ല, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസുകൾ ക്ലാരിറ്റി കുറവ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ കാര്യമുണ്ട്, ഓക്കെ. പക്ഷേ മൊബൈൽ ആപ്പുകൾ ഒട്ടും മോശമല്ല. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ നമ്മൾ തിരിച്ച് അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം, കമ്പ്യൂട്ടറിൽ നിന്ന് അത് എഡിറ്റ് ചെയ്യണം, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്ത് തിരിച്ച് അത്, അങ്ങനത്തെ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മളിപ്പോൾ മൊബൈലിൽ ഒരു 10 വീഡിയോ എടുക്കും, അതിൽ
ചിലപ്പോൾ 3, 4, 5 വീഡിയോസ് ആയിരിക്കും നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആക്കി അതൊക്കെ അങ്ങോട്ട് മാറ്റുക. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്. അപ്പോൾ പിന്നീട് ഞാനത് മൊബൈലിലേക്ക് തന്നെ മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈലിലേക്ക് തന്നെ എടുക്കുന്ന, മൊബൈലിൽ അങ്ങ് എഡിറ്റ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ, ആസ്പെക്ട് റേഷ്യോ, ക്വാളിറ്റി എന്താണ്, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പ്രോബ്ലംസ്. കുറച്ച് നല്ല ഡീപ്പിലാണ് കേട്ടോ 1 വരെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ലെസ് ചാൻസ് ആണ്. ഒരു എക്സ്ക്യൂസ് തന്നെ ഞാൻ ആദ്യം പറയാതെ വിചാരിക്കണ്ട, വെറുതെ അടിച്ചു നോക്കാം. കാണുന്നില്ല, എൻ്റെ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇറ്റിങ്ങളിങ്ങനെ ചളി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മറയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിളക്കാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോപ്രോ ഏട്ടൻ്റെ ചാർജ് തീർന്നു. സോറി. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഗോപ്രോ വെച്ചാൽ ബാറ്ററി തീർന്നു. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മളൊരു കാര്യം കുറേ ഉപയോഗിക്കുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻ വരും, അതിന് ക്വാളിറ്റി കുറയും, അങ്ങനെയൊക്കെയാണ്. അത് നമ്മുടെ ലൈഫിൽ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ അപ്പം ഇനി പുതിയൊരു ഗോപ്രോ ബാറ്ററി വാങ്ങണം. അപ്പോൾ 2 ബാറ്ററി ബാക്കപ്പായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലൈഫ് കിട്ടും. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പ്രീമിയർ പ്രോ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മളത് പഠിച്ചെടുത്ത് കുറേ കാര്യങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഒരുപാട് എനിക്കത് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടാണ് തോന്നിയത്. സംഭവമൊക്കെ ഓക്കെ ആണായിരിക്കും, പക്ഷേ ഒരുപാട് ഡിഫിക്കൽട്ടീസുകൾ നമ്മൾ മൊബൈലിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് മാറ്റണം, കോപ്പിയിങ്. അപ്പോൾ അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് മുഴുവൻ അതിലേക്ക് കോപ്പി ചെയ്തിട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ ഇപ്പോൾ ട്രാൻസിഷൻ നമുക്കറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളറിയില്ല, നമ്മൾ യൂട്യൂബിൽ നോക്കണം. അതിൻ്റെ കുറേ ഡിഫിക്കൽറ്റിമാർ, അതൊക്കെ പ്രൊഫഷണൽസിനൊക്കെ പറ്റുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ചെറിയ എഡിറ്റിംഗ് ഒക്കെ മൊബൈലിൽ തന്നെ ധാരാളമാണ്. പിന്നെ മൊബൈൽ സോഫ്റ്റ്വെയറുകളൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി സെറ്റിങ്സുകളൊക്കെ അവരതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഞാനിപ്പം ഉപയോഗിക്കുന്നത് മൊബൈൽ എഡിറ്റിംഗ് ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സോ കംഫർട്ടബിൾ. അങ്ങനെ ഞാൻ സാൻഡേനെ അതിൻ്റെ ഡോഗിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്യുന്ന ടൈമാണ് അന്ന്. അങ്ങനെ ഞാൻ ഡോഗിൻ്റെ വീഡിയോസുകളൊക്കെ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ കുറേ കുസൃതികളും കാര്യങ്ങൾ, നമ്മൾ കുളത്തിൽ കൊണ്ടുപോയിട്ട് അത് കുളിക്കുന്നത്, അതിന് കുറേ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ആ വീഡിയോസുകളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ നിന്ന് പിന്നെ കുറച്ച് ഷോർട്ട് സ്റ്റോറികൾ എടുത്തിട്ടോ. അപ്പോൾ ഷോർട്ട് സ്റ്റോറികളൊക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത്, ഇതൊന്നും നമ്മൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. ഇതൊക്കെ കുറച്ച് തലയും കഴിവുള്ളവർക്ക് പറ്റണ കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാൻ കഴിയില്ല എന്നല്ല, അല്ലേ, പല്ലി വരെ ചരിച്ച് പല്ലിക്ക് എനിക്ക് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കൂട്ടിയാൽ കൂടും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, നമുക്കത് ഭാവിയിൽ നമുക്ക് ചെയ്യണമെന്നല്ല, നമുക്ക് എല്ലാവർക്കും കഴിവുകളോട് കൂടിയാണ് ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും നമുക്കത് ട്രൈ ചെയ്യാം. വിൽ ട്രൈ ആൾസോ. നമ്മളെ ചാനൽ എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഡോഗിൻ്റെ വീഡിയോസുകളൊക്കെ അത്ര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം മെയിനായിട്ട് ഞാനിതിനെ ഹോബിയായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, എൻ്റെ ഒരു പാഷൻ. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് മെനക്കെടുന്നതിന് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ ടൈം ഓർ എഫേർട്സ്. അതിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒക്കെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റേതായ കുറേ ഹാപ്പിനെസ് അതിൽ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് നമ്മൾ അതിൻ്റെ ഇതില്ല, ഇതിൻ്റെ പുറകെ സക്സസ് മാത്രം ഇഷ്ടപ്പെട്ട് പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ എപ്പോഴും ഉപേക്ഷിച്ച് പോവാം. അതിന് എന്നെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ്. അങ്ങനെ ഞാൻ ഈ ഡോഗിൻ്റെ വീഡിയോസുകൾ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ഗോപ്രോൻ്റെ ഒരു കേസ് ഓർഡർ ചെയ്തത്. അണ്ടർ വാട്ടർ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോപ്രോൻ്റെ കേസ് കണ്ടുകഴിഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ കുളം പുഴ കാര്യങ്ങളൊക്കെ അടുത്തുള്ളതല്ലേ. അങ്ങനെ ഞാൻ ഗോപ്രോൻ്റെ കേസ് ഓർഡർ ചെയ്തു, അത് വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ അടുത്തുള്ള കുളത്തിൽ ഒരു അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെ
ചൂണ്ടയുമ്മിൽ കൊളുത്തുമ്മിൽ ഇരയൊക്കെ വെച്ച് അങ്ങനെ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ആദ്യമായിട്ട് ചൂണ്ടക്കുളത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ കുളത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ കട്ടില എന്നൊക്കെ പറഞ്ഞ പിലാപ്പി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അത് വന്നാണ്ട് നമ്മളെ ചൂണ്ടയൊക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു വീഡിയോ നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു 1-2 മണിക്കൂറിനോട്ട് 4000 വ്യൂസിലേക്ക് അത് അങ്ങ് പൊന്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഫിഷിങ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്, നമ്മളെ ഫീൽഡാണത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണ ഒരു ഓപ്ഷനാണ് എന്നുള്ള ഇത് ആ ഒരു വീഡിയോൻ്റെ പോസിറ്റീവ് വൈപ്പിലാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഓക്കെ, ഞാനെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ പേരിൽ ചെറിയ മാറ്റം വരുത്തണമല്ലോ. അപ്പോൾ പറക്കും തളിക, ഫ്ലൈയിങ് തളിക, അതായിരുന്നു ആ പേര്. അതിൽ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നേരെ അതിൻ്റെ നടുവിൽ കൊണ്ടുപോയാണ് ഫിഷിങ്ങിനെ കൊണ്ടുപോയിട്ട്. അപ്പം പറക്കും തളിക എന്നുള്ള മലയാളത്തിലും ഫിഷിങ് ഇംഗ്ലീഷിലൊക്കെ അയച്ചു. പറക്കും ഫിഷിങ് തളിക എന്നുള്ളൊരു പേരും അങ്ങ് ചൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ വലയും കാര്യങ്ങളും ഇതൊക്കെ എടുത്ത് മീൻ പിടിക്കാനൊക്കെ പോയി. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി. ഫിഷിംഗ് ചാനലിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കത് ഒരു പാഷനായിട്ട് മാറ്റാൻ, നല്ല പോലെ ഫിഷിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഫിഷിങ് നമ്മൾ മീൻ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഹരം വരാണ്ട്, അത് ഹരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിനങ്ങ് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറും. അതുപോലെ രണ്ടാമത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന മീനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ച് തിന്നാം. അതിലുള്ളൊരു സുഖം വേറെയാണ്, പൈസ ലാഭമുണ്ട്. അപ്പോൾ ഞാനതിനെ അങ്ങ് ഫിക്സ് ചെയ്ത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒരുപാട് ഫിഷിംഗ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ കുറച്ച് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ എനിക്കും നല്ല ഫിഷ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് കൂട്ടി തിന്നു തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഐസിട്ട് വെച്ച മീൻ തിന്നുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ ഫിഷിങ് എൻ്റെ ഒരു ഹോബിയായിട്ട് അങ്ങനെ മാറി. അങ്ങനെ ഫിഷിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ മല്ലു ഹണ്ടർ, യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ മല്ലു ഹണ്ടർ എന്ന് പറഞ്ഞൊരു ചാനലുകാരുണ്ട്. അപ്പോൾ അങ്ങനെ മൂപ്പര് സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചാണ്ട് മീനെ പിടിക്കുന്നത് കണ്ട്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി. നമ്മളെ ഈ കവണ പോലത്തെ സാധനം വെച്ചിട്ട് ഒരു ആരോ, കമ്പി ഇരുമ്പിൻ്റെ ഒരു ആരോ വെച്ചിട്ട് വലിച്ചടിച്ച് പിടിക്കുന്ന സംഭവമാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അത് ഒന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ 1300 രൂപേൻ്റെ ഒരു ബേസിക് സെറ്റാണ് ഉപയോഗിച്ചത്, ഞാൻ വാങ്ങിയത്. അങ്ങനെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞു. നോക്കിയിട്ട് ഒരു നിലയ്ക്ക് ഇതിന് സാധനം കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം അടിച്ചു നോക്കി, പുഴയിലൊന്നും അടിച്ചു നോക്കി, കുളത്തിലടിച്ചു നോക്കി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് താൽക്കാലിക ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം അങ്ങനെ നമ്മളത് സംഭവം ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് രണ്ടാമത് പൊടി തട്ടിയെടുക്കുന്നത്. അത് ഞാൻ കുളത്തിൽ ഇതേമാതിരി ഇങ്ങനെ ഒരു ദിവസം ഞാൻ ബ്രാലിങ്ങനെ പോണ സമയത്ത് ബ്രാലിനെ അങ്ങ് അടിച്ച് കഴിഞ്ഞപ്പം ഓക്കെ, കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം ഒരു ബ്രാലിനങ്ങ് കിട്ടി. ആ ബ്രാലിനങ്ങ് കിട്ടി, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു പൊളഞ്ഞങ്ങ് ഓടി അതിനങ്ങോട്ട് എടുക്കുമ്പോൾ ആ ഒരു ഫീലായിരുന്നു. അപ്പം ഞാനത് അതിനുശേഷം ഞാൻ ബേസിക് ഡാട്ട തന്നെ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഹെവി കനക്കുള്ള ഡാട്ട് പറഞ്ഞാൽ അതിൻ്റെ ഇരുമ്പിൻ്റെ കമ്പിട്ടോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് അത് എയിമിലേക്ക് എത്താനെങ്കിലും തുടങ്ങിയത്. അങ്ങനെ സ്ലിംഗ് ഷോട്ട് എനിക്ക് നല്ല ഹരായി. അങ്ങനെ ഞാൻ ഇതേമാതിരി പുഴയെ കൊണ്ടുപോയിട്ട് കുറേ അടിക്കാനൊക്കെ നോക്കി, ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒന്നും കിട്ടില്ല. നമ്മളെ അതിൻ്റെ പവർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അതേമാതിരി ഗ്ലൗസ് ഇടാതെ ഇരുന്ന് ആദ്യം ഉപയോഗിച്ചു. അപ്പോൾ അതിങ്ങനെ അങ്ങ് വലിച്ച് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്ത് പിന്നെ ഞാനത് ഗ്ലൗസ് വാങ്ങി യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ പവർ കിട്ടി. പിന്നെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ കൈക്ക് പവർ കൂടി വന്നു. ഇനിയിപ്പം അതിൻ്റെ ബേസിക് സെറ്റ് എന്നൊരു അഡ്വാൻസ് സെറ്റ് വാങ്ങണമെന്നുണ്ട്. കുറച്ചും കൂടെ പവറായിട്ട് നമുക്ക് ചെമ്പലീനെയൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പവറായിട്ട് സാധനം കിട്ടണം. അങ്ങനെ പിന്നെ ഈ സീസണിലാണ് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞ് ഏകദേശം തുടങ്ങുന്ന സമയത്താണ് നല്ല ഇരുമി വന്ന് കഴിഞ്ഞപ്പോൾ 2-3 ഇരുമീനെ സ്ലിംഗ് ഷോട്ടിൽ കിട്ടി. അപ്പോൾ ഈ സ്ലിംഗ് ഷോട്ടിൻ്റെ ഒരു ഫാനായിട്ട് അങ്ങോട്ട് മാറി. 2-3 ഇരുമീനെ കൊണ്ടുവന്ന് പൊരിച്ചങ്ങ് തിന്നു കഴിഞ്ഞപ്പോഴല്ല
പിന്നെ പിന്നെ സ്ലിംഗ് ഷോട്ടിൻ്റെ ട്രെയിനിങ്ങുകളുടെ സമയമായിരുന്നു. അങ്ങനെ സ്ലിംഗ് ഷോട്ട് കുറേ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നൈറ്റ് ഞണ്ട് പിടിച്ചാലോ എന്നുള്ളൊരു പ്ലാനിങ് വന്നു. അങ്ങനെ ഞണ്ടിനെ ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ ഞണ്ടും നല്ലപോലെ സ്ലിംഗ് ഷോട്ടിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന കുറേ വീഡിയോസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാം. സ്ലിംഗ് ഷോട്ടൊക്കെ അടിക്കുന്ന കുറേ വീഡിയോസുകൾ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അത് നല്ല ഒരു പോസിറ്റീവായി. പിന്നെ അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. നമ്മൾ യൂട്യൂബിലായിരുന്നു മാത്രമായിരുന്നു നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ അക്കൗണ്ട് തുറന്നു. അതിലും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങി, ഷോർട്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം നല്ല പോലെ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി കുറേ കൂടെ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ കുളത്തിലാണ് പിള്ളേർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ പിടിക്കണത് എൻ്റെ വൈഫ് ഷൂട്ട് ചെയ്തു. സാധാ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ആക്കിയിട്ട് ഇട്ടു. അപ്പോൾ ആ ഷോർട്സിന് ഭയങ്കരമായിട്ട് മില്യൺസ് വ്യൂ, 1 മില്യൺ വ്യൂ എനിക്കതിന് കിട്ടി. അത് ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഒരു 30 ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. ആ ടൈമിൽ എനിക്ക് അത് കയറി 1 മില്യൺ വ്യൂസ് എനിക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലും കൂടെ കിട്ടി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളെ എത്ര ആൾക്കാരത് കാണുന്നുണ്ട് അങ്ങനത്തതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അത് നമ്മളെ വീഡിയോ ക്വാളിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എത്ര റീച്ചിലേക്കും പോകാൻ പറ്റുന്നിട്ടോ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, അല്ലാതെ വെറുതെ വലിച്ചു വാരി കാര്യങ്ങൾ ഒരുപാട് അപ്ലോഡ് ചെയ്യണ്ട എന്നുള്ളൊരു ഡിസിഷൻ എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്കപ്പോഴും ഒരു ദിവസം 2 വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില വലിച്ചു വാരി ഇടലുകളും നമ്മൾ നടത്തും. അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. പക്ഷേ അതിന് പറ്റാതെ ഫുൾ ടൈം നമുക്ക് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അത് പലപ്പോഴും പറ്റണമെന്നില്ല. അങ്ങനെ നമ്മളെ വീഡിയോസിനൊക്കെ കുറച്ച് വ്യൂസ് കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ചാനൽസിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ വീഡിയോസിനെ കുറിച്ചൊക്കെ കമൻറ്റുകൾ പറയാൻ തുടങ്ങി. നിങ്ങൾ സ്ലിംഗ് ഷോട്ടിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി, നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സുകൾ കാര്യങ്ങൾ നമ്മളൊരു ഫ്രണ്ട് ഇതേമാതിരി കണ്ണൂരുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ സ്ലിംഗ് ഷോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ പറ്റുന്നില്ല, കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാവും. അപ്പോൾ ഞാൻ എൻ്റെ അറിയുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേമാതിരി യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ. നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെന്നൊന്നും അതിൽ നിന്നൊക്കെ നമ്മൾ ഇത്തിരീച്ച കാര്യങ്ങൾ പഠിച്ചിട്ടാണ്. ഞാൻ ഒരുപാട് ടൈം എടുത്ത്. പക്ഷേ ഇപ്പം നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ നല്ലപോലെ വീഡിയോസ് അനലൈസ് ചെയ്ത് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത്രയും സമയം എടുക്കില്ല. അല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ആവും. ഞാൻ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെതായ ഒരു ഐഡിയക്ക് അങ്ങ് ചെയ്യും. പിന്നെ അതിൽ കുറേ കഴിഞ്ഞിട്ട് മിസ്റ്റേക്ക് മനസ്സിലാക്കുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതുപോലെ നിങ്ങൾ നല്ല വീഡിയോസുകൾ ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇപ്പം എൻ്റെ ഫാൻസായ ഒരുപാട് ആൾക്കാർക്ക്, എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയണമെന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് എന്താണ് തുടങ്ങിയത്. പിന്നെ ഈ സ്ലിംഗ് ഷോട്ടിൽ അടിക്കുന്ന വീഡിയോ മാത്രം കിട്ടുമ്പോൾ ഇത് മാത്രം എല്ലാം കൊള്ളിക്കുന്നൊരു പ്രോ ഷോട്ടറാണ് ഞാൻ, അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണകളുണ്ടാവും. അതൊന്നുമല്ല. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും മീൻ പിടിക്കാൻ പോകുമ്പോഴാണ് അതിൽ നിന്ന് വാല്യൂബിൾ ആയിട്ടുള്ള 10 മിനിറ്റോ 15 മിനിറ്റോ ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ കിട്ടാത്ത സമയത്ത് അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടുത്തണ്ട. അത് എല്ലാ
ഫീൽഡും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ക്രിയേറ്ററിൻ്റെ കാര്യമായാലും അയാൾ ഒരുപാട് മെനക്കെട്ടിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടൻറ്റാണ് ഫ്യൂ അവേഴ്സായിട്ട് നിങ്ങൾക്ക് എത്തിച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ ഫ്ലൈയിങ് ഫിഷിംഗ് തളികയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ചാനൽ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കുറേ പെയിൻറ്റിങ് വരച്ച് അതായിരുന്നു നമ്മളെ പരിപാടി എന്നൊക്കെ പറഞ്ഞില്ലേ, വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള പെയിൻറ്റിങ്ങുകളാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത്. കണ്ടില്ലേ, ആ ചുമര് നിറച്ച് കാണുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ നമ്മൾ അന്ന് വരച്ച പെയിൻറ്റിങ്ങുകളാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളിവിടെ അത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നല്ല പെയിൻറ്റിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസുകൾ നമ്മൾ തീർച്ചയായും ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഫിഷിങ് മാത്രമാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ടും. ഇടയ്ക്കൊന്ന് ഒരു വീഡിയോ ഇട്ട് നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഈ വീഡിയോ കാണുന്ന ആരും ചിലപ്പം നമ്മളെ വീഡിയോസിലെ ഫിഷിംഗ് വീഡിയോസുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിഗിനിങ് ടൈമിലുള്ള ഫിഷിംഗ് വീഡിയോസ് കാണണമെന്ന് ഞാൻ പറയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ കുറേ ലാഗായിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ റീസെൻ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത കുറേ ഷോർട്സുകളും കാര്യങ്ങൾ, വീഡിയോസ്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അതിലെന്തെങ്കിലും തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻ്റായിട്ട്, ഈ വീഡിയോയുടെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഞാൻ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ സംസാരം പലർക്കും ചിലപ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടാവും, ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാനിങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയല്ലേ ആവാൻ പറ്റും. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങളെ സജഷൻസ് എന്തെങ്കിലും പറയാം. പിന്നെ ഒറ്റപ്പടി ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എന്ത് ചെയ്യാനാ, എനിക്ക് മാറാൻ പറ്റില്ലല്ലോ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വരുത്താം. പക്ഷേ ഐ വിൽ ബി ആൾവേസ് ഹായ്, അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് യു.